ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. രാമമംഗലം തൊടുപുഴ റോഡ് അണ്ടർ റണ്ണിംഗ് കോൺട്രാക്ട് 3/2/2024 ഒരു 2/2/2025 വരെ പരാതികൾക്കും നിർദ്ദേശങ്ങൾക്കും ബന്ധപ്പെടുക. കോൺട്രാക്ടറുടെ പേര് ജോസഫ് മാത്യു. അപ്പോൾ ജോസഫ് ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർ നമ്മളോട് പരാതി പറഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാരും ബസ്സുകാരും എല്ലാം പറഞ്ഞു ഈ വഴി തൊടുപുഴ രാമമംഗലം വഴിക്ക് ഒരു രീതിയിൽ ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് 3-4 മണിയായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് എടുക്കാൻ വേണ്ടിയാണ്. എല്ലായിടത്തും ഈ പറഞ്ഞ കുഴിയൊക്കെ അടച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് ആ കോൺട്രാക്ടറെ ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്കാം. കോൺട്രാക്ടർ എടുക്കുമെന്ന് അറിയാൻ പാടില്ല. ചേട്ടാ പോകണം തന്നേട്ടാ, ഒന്ന് നോക്കട്ടെ കേട്ടോ. കോൺട്രാക്ടറെ വിളിക്കാം. 94 47 522 648 രണ്ടാമത്തെ സിമ്മല്ലേ ഏട്ടാ? ഹലോ, ജോസഫ് ഏട്ടനല്ലേ? ജോസഫ് ഏട്ടാ, ഞാൻ തൊടുപുഴയെന്നാണ് വിളിക്കണേ. ഈ ബോർഡിൽ നമ്പർ കണ്ടിട്ട് വിളിക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ തൊടുപുഴ മണക്കാട് രാമമംഗലം റോഡില്ലേ, മണക്കാട് കഴിഞ്ഞ് നമ്മുടെ കുന്നത്തോരയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര അവിടെ കഴിഞ്ഞ ദിവസം ഒരു വണ്ടിക്കാരനൊക്കെ വന്ന് വീണ് എന്തൊക്കെ പറ്റുകയൊക്കെ ചെയ്തു. നമ്മുടെ റിവർ വ്യൂവില്ലേ, റിവർ വ്യൂവില്ല മണക്കാട് കുന്നത്തോര കഴിഞ്ഞ്. ഇല്ലില്ല, മണക്കാട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇട്ടല്ലാണ്ട് വലിയ കട്ടർ നടുക്ക് റോഡിൻ്റെ അടുക്ക് ബസ്സും ലോറിയും പോലും പോകാൻ പറ്റാത്ത കട്ടർ റോഡിൻ്റെ നടുക്കായിട്ട്. അതായത് നമ്മുടെ കുന്നത്തുവാറ ഷാപ്പിനൊക്കെ തൊട്ട് മുമ്പ്, ആ സോഡ കമ്പനിക്ക് തൊട്ട് മുമ്പ്. അത് ഫുള്ള് മൊത്തം റോഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞു കിടക്കാം റോഡിൻ്റെ നടുക്കൊക്കെ. ചെറിയ പരിപാടിയല്ല ചേട്ടാ. ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമൊക്കെ 2-3 ആൾക്കാരൊക്കെ വീഴുമെന്ന് പറഞ്ഞു. ഈ സമയത്ത് അറിയാൻ പറ്റത്തില്ല. അല്ല, കാലാവസ്ഥ നമ്മളിപ്പോൾ ഞാനിത് ഒരു 2 ആഴ്ചയായിട്ട് കാണണം. നമ്മൾ ഇടയ്ക്ക് ഒരാഴ്ച ഒരു ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 3 ദിവസത്തെ ഉണക്ക് കിട്ടിയാൽ പോരെ. അല്ല, വേറെ കുറേയൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേറൊരു 2-3 കുഴി ചെറിയ കുഴിയൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പൊ നല്ല സാധനം കൊണ്ട് ഒന്ന് അടയ്ക്കാനുള്ള നിവൃത്തിയുണ്ടോ എന്തെങ്കിലും സർക്കാരും ആയിട്ട് ഇടപെട്ടിട്ട്? അപ്പം ചേട്ടാ വലിയ ഉപകാരം. അപ്പൊ ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് എടുത്തല്ലോ. സാധാരണ ഇങ്ങനെയുള്ള കോൺട്രാക്ടർമാരൊന്നും എടുക്കുകയില്ലാറില്ലാത്ത. അപ്പൊ ചേട്ടൻ നമ്മൾ കഴിയുന്നത്ര നമ്മൾ ആ വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങേറ്റം പോലെ അങ്ങേറ്റം വരെ മൊത്തത്തിൽ ഇങ്ങനെ അത് പടപടാന്നിങ്ങനെ കുഴി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുഴി അത് മൊത്തത്തിൽ ടാർ ചെയ്യുന്ന സമയം പണ്ടേ കഴിഞ്ഞതാണ്. അത് ഒരു പക്ഷേ ഇത് ഒരുപാട് നാളൊന്നും ആയില്ലെന്ന്. ഇത് ടാർ ചെയ്തിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല. ഇതിപ്പം ഇങ്ങനെ പൊളിയാൻ പാകത്തിന് ടാർ ചെയ്തിട്ട് ഒരു കുഴപ്പമുണ്ട്, ശരിയല്ലേ? അപ്പോൾ ചേട്ടാ എന്തൊക്കെയാണെങ്കിലും ഇത് ചേട്ടൻ എന്നാലും ഫോൺ വിളിച്ചെടുത്ത് സന്തോഷമായി. കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ സന്തോഷം. ഈ നമ്പർ കണ്ടുകൊണ്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര ആളുകൊണ്ട് നമുക്കിത് നന്നാക്കാൻ പറ്റും? എന്നാൽ മാക്സിമം നേരത്തെ നന്നാക്കണം. ഇതൊരു വീഡിയോ ആയിട്ടും കൂടെ പോകും കേട്ടോ ചേട്ടാ. ചേട്ടൻ മാന്യമായിട്ടാണ് സംസാരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പക്ഷേ ഇത് എത്രയും പെട്ടെന്നൊന്ന് പറ്റിയാൽ നന്നാക്കി തന്നെ. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ കേട്ടോ. പക്ഷേ ഏറ്റവും വലിയ കട്ടർ എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ കാണില്ല. റോഡിന്റെ നടുക്ക് വലിയ കിണർ പോലെ നിറച്ചും കട്ടറാ. നമ്മുടെ മണക്കാട് കഴിഞ്ഞ് കുന്നത്തുവാരം കഴിഞ്ഞ് ഷാപ്പ് അത് കഴിഞ്ഞ് അരിക്കുഴയ്ക്ക് പോണ വഴിക്ക് നമ്മുടെ ഒരു ചോട കമ്പനി ഉണ്ട് മാർവലിന്റെ, അതിനോട് തൊട്ട് ചേർന്ന് തന്നെ. മാർവലിന്റെ സോഡ കമ്പനി പറഞ്ഞാൽ മതി പണിക്കാരോട്. എത്ര കുഴി എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. കുഴി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര. ഞാൻ വേണേ ഇതിൻ്റെ അകത്ത് വീഡിയോയും കൂടി ഇട്ടേക്കാം. ചേട്ടൻ വീഡിയോ കാണും കേട്ടോ. ഓക്കെ ഏട്ടാ. അപ്പം നമ്മൾ പുള്ളി എന്നാണെങ്കിലും മാന്യമായിട്ട് പുള്ളി ഫോൺ വിളിച്ചിട്ട് എടുത്തു. ഇപ്പം ഇത്തവണ ഞാൻ കുറേ തവണ വിളിച്ചായിരുന്നു. അന്നൊക്കെ വിളിച്ചപ്പം പുള്ളിക്ക് സമയക്കുറവുണ്ടായിരിക്കും, എന്നാലും കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത് നന്നാക്കുമായിരിക്കും. പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ പുള്ളിക്ക് ആ സ്ഥലവും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്ത് നമുക്ക് വീഡിയോ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ എന്നാൽ.